ഇതിനാണോ മോളെ നീ ഇത്രയും വെപ്രാളപ്പെട്ട് എന്നെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്? ഭേദപ്പെട്ട ഒരു പത്രത്തിന് വേണ്ടി സ്വതന്ത്രമായി വർക്ക് ചെയ്യാൻ മനു ഒന്ന് പാറമട വരെ പോയി. തൽക്കാലം അത് വേറെ ആരും അറിയണമെന്ന് കരുതി ഓഫീസിൽ മറ്റെന്തോ കാര്യം പറഞ്ഞ് ലീവ് എടുത്തു. വീട്ടിലും സത്യം പറഞ്ഞില്ല. അതിന് പോലീസുകാർക്കെന്താ? അവരെന്തോ ചോദിക്കാൻ വന്നപ്പോൾ ഇവനെ ഉദ്ദേശിച്ചതുപോലെ കണ്ടില്ല. അതിൻ്റെ ദേഷ്യത്തിന് ആ സർക്കിൾ എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി നീ ഇങ്ങനെ പേടിച്ചാലോ? അത് സുഭാഷ് സാർ അങ്ങനെ പറയുന്ന ആളാണെന്ന് ഞാൻ കരുതിയില്ലച്ചാ. അതുകൊണ്ട് പറ്റിയതാ. അല്ലെങ്കിലും ജയയുടെ കാര്യത്തില് നമ്മൾ ഇവനെ സംശയിക്കേണ്ട കാര്യമുണ്ടോ മോളെ? ആ കുട്ടിയുടെയും അതിന്റെ അമ്മയുടെയും കാര്യം ഓർത്തുള്ള ഇവന്റെ പ്രയാസം എനിക്കറിയാം. നീ എന്താ മനു ഒന്നും മിണ്ടാത്തത്? ഹേയ്, എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ. വന്നപ്പോഴേ നല്ല ക്ഷീണം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഉറക്കം വരുന്നുണ്ടോ മോനെ? അതല്ലമ്മേ, കുളിക്കാഞ്ഞിട്ട് വല്ലാത്തൊരു അസ്വസ്ഥത, നല്ല വിയർപ്പുണ്ട്. ആ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ പിന്നെ ഇങ്ങനെ അന്വേഷണ റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ് കാടും മലയും കയറി കിടന്നാ പോരാ. ഏതെങ്കിലും നല്ലൊരു പത്രത്തിൽ കടന്നുകൂടാൻ കൂടെ നോക്കണം. ശ്രമിക്കുന്നുണ്ടെങ്കിൽ. എന്നാ ഇറങ്ങട്ടെ. എന്നാ വാ മോളെ. ഞാനിവിടെ ഉണ്ട് സർ. അങ്കിള് വന്നതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ സാറിനെ അങ്ങോട്ട് വന്ന് കാണാനിരിക്കുകയായിരുന്നു. എന്തിന്? അത് എനിക്ക് സാറിനോട് ചില കാര്യങ്ങൾ. എന്ത് കാര്യങ്ങൾ? എനിക്കൊരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. ജയ മിസ്സിംഗ് ആവുന്ന ദിവസം കോളേജിൽ നിന്ന് ഫോൺ ചെയ്തത് തനിക്കല്ലേ? അതെ. എന്നിട്ട് അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും താൻ എന്തുകൊണ്ട് ആ വിവരം പോലീസിൽ അറിയിച്ചില്ല? അത് ആ ഫോൺ കോളിനെ കുറിച്ച് പോലീസ് അന്വേഷിക്കുന്ന വിവരം ഞാൻ അറിഞ്ഞിരുന്നില്ല സർ. ആണോ ദിയ? ജയ ഫോൺ ചെയ്തത് ആർക്കാണെന്നതിനെ കുറിച്ച് പോലീസ് അന്വേഷണം നടക്കുന്നതായി മനു അറിഞ്ഞിരുന്നില്ലേ? അറിഞ്ഞു സർ, ഞാൻ പറഞ്ഞിരുന്നു. എന്റെ മോനെ, ഞാൻ എന്തൊക്കെയാടാ ഈ കേക്കുന്നേ? നീ ഞങ്ങളെ ചതച്ചോടാ. എന്തിനായിരുന്നടാ ഇതൊക്കെ? മാറി നിൽക്ക്. അപ്പൊ തൽക്കാലം ഞാൻ ഇവനെ അങ്ങ് കൊണ്ടുപോവാ. ചില കാര്യങ്ങളോട് ചോദിച്ചറിയാനുണ്ട്. സാർ, സാറിന്റെ തൊട്ടുപിറകെ ഞാൻ ഇവനെ സ്റ്റേഷനിൽ എത്തിച്ചാൽ മതി. അത് പോരാ, അതിന്റെ സമയമൊക്കെ കഴിഞ്ഞുപോയി. കേറ്, ബാക്കിയൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട്. അമ്മേ, അമ്മ പേടിക്കണ്ട അമ്മേ, ഒരു കുഴപ്പം വരില്ല. കേറ് കേറ്. നീ വാ, വരാൻ ബാക്കിയൊക്കെ ഞാൻ പോയിക്കോളാം. ജയയുടെ ഫോൺ കോൾ മാത്രമായിരുന്നു അവളുടെ മിസ്സിംഗ് റൂട്ട് ഏതാണെന്നറിയാൻ ഞങ്ങൾക്ക് കിട്ടിയ ആകെ ഒരു എവിഡൻസ്. എന്നാൽ അതൊരു ഇമ്പോർട്ടൻ്റ് എവിഡൻസ് ആണെന്ന് ഞങ്ങൾക്കറിയാം. ഐ മീൻ, ജയയെ ആര്, എങ്ങോട്ട്, എന്തിനു കൊണ്ടുപോയി എന്നൊക്കെ ആ ഫോൺ കോളിലുണ്ടെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ആ വിശ്വാസം അസ്ഥാനത്തല്ലെന്ന് ഞങ്ങൾ തെളിയിക്കുകയും ചെയ്യും. അതുകൊണ്ട് മനു ഞങ്ങളോട് സഹകരിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിലാവും. എന്തു പറയുന്നു? ജയയെ കൊണ്ടുപോയത് മറ്റാരുമല്ല, ഞാൻ തന്നെയാ. പക്ഷേ ഒന്നും എനിക്ക് വേണ്ടിയായിരുന്നില്ല. ജയ എനിക്ക് ഫോൺ ചെയ്യുന്ന നിമിഷം വരെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടി വരുമെന്ന് മനസ്സിൽ പോലും ഞാൻ കരുതിയതല്ല. അന്ന് ആ
സമയത്ത് ഞാൻ ഓഫീസിൽ ഇല്ലായിരുന്നെങ്കിൽ ജയയുടെ കഥ ഇങ്ങനെ ആയിരിക്കില്ലായിരുന്നു. അവള് ചിലപ്പോ ഈ ഭൂമിയിലേ ഉണ്ടാവില്ലായിരുന്നു. ജയ, ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക്. ആദ്യം നീ ഒന്ന് എക്സാം എഴുത്. അത് കഴിയുമ്പോഴേക്കും ഞാൻ അങ്ങെത്താം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് നേരിട്ട് ചർച്ച ചെയ്യാന്നേ. പോരെ മനുവേട്ടാ, എക്സാം കഴിയുന്നതിന് അരമണിക്കൂർ മുമ്പെങ്കിലും മനുവേട്ടൻ ബീച്ചിലെത്തണം. ഞാൻ അവിടെ ഉണ്ടാവും. വൈകിയ ആ കടപ്പുറത്ത് പിന്നെ കാണുന്നത് എന്റെ ശവമായിരിക്കും. ജയ, ഞാൻ പറയുന്ന ഹലോ ഹലോ കട്ടായി. ആരാ മനു? കുറെ നേരമായാലും തുടങ്ങിയിട്ട്. അത് ഒരു ഫ്രണ്ടാ സർ. ആ ആ നീ എങ്ങോട്ടായി പോകുന്നത്? കടലാ മുന്നില്. അതെ, എന്റെ മുമ്പിലുള്ള രണ്ട് വഴികളിൽ ഒന്നായി കടൽ. ആദ്യത്തെ വഴിയെ മനുവേട്ടൻ വരാത്തത് കണ്ടപ്പോ രണ്ടാമത്തെ വഴിയായ കടലിലേക്ക് നടക്കായിരുന്നു ഞാൻ. നിനക്കെന്താ വട്ടു പിടിച്ചോ? ഇതുവരെ ഇല്ല. നാളെ ഇതുണ്ടാവാതിരിക്കാനാ ഈ തീരുമാനം. അതിന് മാത്രം എന്താ നിന്റെ പ്രശ്നം? എനിക്ക് ഈ നാട്ടിൽ നിന്ന് പോണം. വീട്ടിലേക്ക് തിരിച്ചു പോയാ അച്ഛൻ എന്നെ എങ്ങോട്ടെങ്കിലും മാറ്റി പാർപ്പിക്കും. അതെനിക്ക് താങ്ങാനാവില്ല. അതിലും നല്ലത് ഞാൻ തന്നെ പോകുന്നതാ. എങ്ങോട്ട്? അതെനിക്കറിയില്ല. മനുവേട്ടൻ എന്നെ സഹായിക്കണം. ശരി, JD സാറിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാനല്ലേ നിനക്ക് ബുദ്ധിമുട്ടുള്ളൂ. നമുക്ക് നിന്റെ വീട്ടിലേക്ക് പോവാം. എന്നെങ്കിലും നിന്റെ അച്ഛൻ തിരിച്ചറിയുന്ന കാലത്ത് തിരിച്ചു വിളിക്കട്ടെ. ഇല്ല, എനിക്കൊരു ലക്ഷ്യമുണ്ട്. അത് നടക്കണമെങ്കിൽ ആരും കാണാത്ത, ആരും അറിയാത്ത ഒരിടത്തേക്ക് മാറി നിന്നേ പറ്റൂ. ഞാൻ നഷ്ടപ്പെടുമ്പോ എന്റെ അച്ഛന് സന്തോഷമാണോ സങ്കടമാണോ എന്ന് മാറി നിന്ന് എനിക്കറിയണം. സ്നേഹിക്കുന്നവരെ ദ്രോഹിക്കുന്ന ബുദ്ധിയായത്. നിന്നെ കാണാനില്ലെന്നറിഞ്ഞ ആരുടെയൊക്കെ നെഞ്ചിലാ തീ വീഴുന്നെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതിന് കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടില്ല. വേണ്ട, ദേയോട് പോലും പറയാതെ മനുവേട്ടൻ ഞാൻ വിളിപ്പിച്ചത് എന്റെ അവസ്ഥ മനസ്സിലാക്കുന്ന കരുതിയിട്ട. സാരമില്ല, മനുവേട്ടൻ പൊയ്ക്കോ. നമ്മൾ ഒരുമിച്ച് ഇവിടുന്ന് പോവും. നീ വാ, നടക്ക്. ഇവിടുന്ന് എന്നെ കൊണ്ടുപോകാൻ മനുവേട്ടന് പറ്റും. പക്ഷേ എന്നെ ഒഴിവാക്കി എന്റെ അച്ഛൻ നാദ്രാന്റെ തിരിച്ചു കൊണ്ടുവരുന്നത് കാണാൻ ഈ ജയ ഉണ്ടാവില്ല. ജയ, നിന്റെ ഈ വാശി നാശത്തിനുള്ളതാ. നിന്നെ അറിയാനും അംഗീകരിക്കാനും കഴിയാത്തവരെ നിനക്ക് വേണ്ടെന്ന് വെച്ചുകൂടെ? അതെ, മനുവേട്ടനും എന്റെ ഒപ്പം നിൽക്കില്ലെങ്കിൽ എല്ലാവരെയും എന്നേക്കുമായി വേണ്ടെന്ന് വെക്കാൻ തന്നെയാ എന്റെ തീരുമാനം. ജയ, നിക്കേ. വാ, കേറ്. എങ്ങോട്ടാ? എങ്ങോട്ടെങ്കിലും. നിന്റെ വാശി എന്നെ ജയിക്കട്ടെ. അറിഞ്ഞുകൊണ്ട് മരണത്തിന്റെ വായിലേക്ക് ഇട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. കേറ്. അപ്പോഴത്തെ ഒരവസ്ഥയിൽ ജയെ പിന്തിരിപ്പിക്കുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കി തൽക്കാലം ഞാൻ അവളെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന മീരയുടെ വീട്ടിലാക്കി. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ കോളേജിൽ ചെന്ന് ദിയെ കണ്ടു. എന്താടി, പരീക്ഷ കൊള്ളായ? മനുവേട്ടാ, ജയെ കാണുന്നില്ല. കാണുന്നില്ലേ? അവളെന്താ പെട്ടെന്ന് കടുകുമണിയായിപ്പോയോ? തമാശയല്ല മനുവേട്ടാ, ഈ കോളേജ് കോമ്പൗണ്ടിനകത്ത് എവിടെയും അവളില്ല. ഇല്ലെങ്കിൽ വീട്ടിൽ പോയി കാണും. അതിന് താൻ എന്തിനാ എത്ര ടെൻഷൻ അടിക്കുന്നത്? വാ, വീട്ടിൽ പോ. ആന്റി, ഇത് ഞാനാ മനു. ആ, എന്താ മനു? ഏയ്, പ്രത്യേകിച്ചൊന്നുമില്ല. പരീക്ഷ കഴിഞ്ഞിറങ്ങിയപ്പോ ദിയ ജയെ കണ്ടില്ല എന്ന്. എന്നും ഒരുമിച്ച് പോണല്ലേ രണ്ടാളും. ഇന്ന് മാത്രം ജയ കാത്തു നിൽക്കാൻ പോയപ്പോ ദിയക്ക് ആകെ ഒരു വിഷമം. അവള് നേരത്തെ പോകുന്നത് അമ്മയെ കാണാനോ മറ്റോ ആണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. അല്ല മനു, അവൾ ഇവിടെ എത്തിയിട്ടില്ല. മോളെ ഇങ്ങോട്ട് വിളിക്കാൻ ഹമീദ്ക്ക് കോളേജിൽ ചെന്നിട്ട് അദ്ദേഹം അവളെ കാണാൻ തിരിച്ചു വന്നിരിക്കുക. ആന്റി വിഷമിക്കണ്ട. അവളപ്പോ അച്ഛൻ്റെ അടുത്ത് തന്നെ പോയി കാണും. എന്തായി മനു, എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല സാർ,
ജിഷ പോകാൻ സാധ്യതയുള്ള എല്ലാ കൂട്ടുകാരികളുടെ വീട്ടിലും ഞങ്ങൾ അന്വേഷിച്ചു. അവിടെ ഒന്നും അവൾ ചെന്നിട്ടില്ല. 2-3 ഫ്രണ്ട്സ് ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ട്. അവരെയും ഞങ്ങൾ കണ്ടു. ഇനി ഏട്ടത്തെ വിളിച്ചും ചോദിക്കാം. ചിലപ്പോൾ അവിടെ കാണും. മനു വിളിക്കൂ. വേണ്ട സാർ, അവിടെയും ഞങ്ങൾ അന്വേഷിച്ചു. ജയയ്ക്ക് വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിക്കുമ്പോഴും ഈ ഒളിച്ചുകളി അവസാനിപ്പിക്കണമെന്ന് അവളെ ഉപദേശിക്കാൻ ഞാൻ മീരെ ഏൽപ്പിച്ചിരുന്നു. പക്ഷേ പിറ്റേന്ന് ജയയെ കാണാൻ ചെന്നപ്പോൾ ഒരു ഉപദേശത്തിനും വഴങ്ങാതെ ഉറച്ച തീരുമാനത്തിൽ തന്നെയായിരുന്നു അവൾ. തുടർന്ന് എത്ര ദിവസം മീരയുടെ വീട്ടിൽ അവളെ താമസിപ്പിച്ചു? ആ ഒരു ദിവസം തന്നെ ഞാൻ കാല് പിടിച്ച് പറഞ്ഞതുകൊണ്ടാണ് മീരയും ഭർത്താവും സമ്മതിച്ചത്. പിന്നീട് ഒരു നിമിഷം പോലും നിർത്താൻ മീര തയ്യാറായിരുന്നില്ല. അവിടെ നിൽക്കാൻ ജയയ്ക്കും താല്പര്യമില്ലായിരുന്നു. പെട്ടെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത ദൂരെ എവിടേക്കെങ്കിലും മാറ്റണമെന്നായിരുന്നു പിന്നീട് അവരുടെ വാശി. മീര കൈവിട്ട ശേഷം പിന്നെ എവിടേക്കായിരുന്നു യാത്ര? പാറമടയിലേക്ക്. മുമ്പ് ഒരു ഫീച്ചർ തയ്യാറാക്കാൻ വേണ്ടി ഞാനവിടെ പോയിട്ടുണ്ട്. 1-2 ദിവസം തങ്ങുകയും ചെയ്തിരുന്നു. ആലോചിച്ചപ്പോൾ മറ്റെവിടത്തേക്കാളും പാറമടയിലെ കാളിത്തള്ളയുടെ കൈകളിലായിരിക്കും ജയ സുരക്ഷിതയായിരിക്കാമെന്ന് എനിക്ക് തോന്നി. കാളിത്തള്ളേ, കാളിത്തള്ളേ, കാളിത്തള്ളേ. സാർ എത്തിയോ? ഇതാ ഞാൻ പറഞ്ഞ കുട്ടി. എന്താ സാർ ഇത്ര ഇരുട്ടിയേ? ഞങ്ങൾ കുറച്ചു നേരമായി താഴ്വാരത്ത് നിൽക്കുകയായിരുന്നു. ഇങ്ങോട്ട് കയറി വരുന്നത് ആരും കാണണ്ടാന്ന് കരുതി. അത് നന്നായി. അല്ല, അപ്പൊ സാറിന്ന്? ഞാൻ ഉടനെ പോവും. കാളിത്തള്ള ഇവളെ നോക്കിയാൽ മതി. കുഴപ്പം വല്ലതുണ്ടാവോ സാറേ? ഹേയ്, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഞാനല്ലേ പറയുന്നേ. ഈ കാളിത്തള്ളയുടെ പടേ കടലാസിൽ വരുത്തിയ സാറിനെ എനിക്ക് വിശ്വാസ. പോട്ടം പിടിക്കുന്ന കുന്ത്രാണ്ടം കൊണ്ട് വരുന്നവന്മാരൊക്കെ സകല കാട്ടുജന്തുക്കളുടെയും പടം പിടിച്ചോണ്ടു. പക്ഷേങ്കിലേ പാറമടയെ കഴിയുന്ന മനുഷ്യന്മാരുടെ പടവും കഥയും കടലാസിൽ വരുത്തിയത് ഈ സാറാ. അതേ പിന്നെ സർക്കാർ എനിക്ക് മാസാമാസം 100 രൂപ പെൻഷൻ തരുന്നുണ്ട്. അപ്പൊ സാറിന് വേണ്ടി ഈ കൊച്ചിനെ കുറച്ച് ദിവസം കാളിത്തള്ള കാക്കണം. അത്രയല്ലേ വേണ്ടു? അതെ, ആരും അറിയാതെ, ഒരു പോറല് പോലും ഏൽക്കാതെ. ഭാഷക്കാരിയാ, അത് മുഖം കണ്ടറിയാ. നാടല്ലത്, കാടാ. ഞാനിവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളാം. സാറിന്റെ കൂടെ ഒളിച്ചോടി പോന്നല്ലേ? അയ്യോ, എനിക്ക് ഇവളെന്റെ പെങ്ങളെ പോലെയാ. സ്വന്തം അച്ഛനോട് പിണങ്ങി വന്നതാ. വാശിക്ക് വേറെങ്ങും പൊക്കളയുണ്ടെന്ന് കരുതി ഞാൻ കൂട്ടിക്കൊണ്ടു വന്നേ ഉള്ളൂ. താമസിയാതെ ഇവളുടെ അച്ഛനെയും കൂട്ടിക്കൊണ്ടു വന്ന് ഞാൻ തന്നെ കൊണ്ടുപോയിക്കോളാം. ഈ കാളിത്തള്ളയുടെ നാവും മനസ്സേ ചിലപ്പോ ദുഷിച്ചതാ. സാർ ക്ഷമിച്ചോളാ. സാരമില്ല കാളിത്തള്ളേ. ദാ കുറച്ച് കാശ, കാളിത്തള്ള വെച്ചോ. വേണ്ട വേണ്ട, ഇതൊന്നും കാളിത്തള്ളക്ക് വേണ്ട. ഞാൻ കുടിക്കുന്നത് ഈ പാതി ഈ കൊച്ചിനും കൊടുത്തോളാം. അതിന് കാശ് വാങ്ങിയാൽ ഞാൻ മനുഷ്യനാണോ സാറേ? അതുകൊണ്ടല്ല, എന്നാൽ ഇവൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലോ? അതിന് ഈ കാട്ടിൽ എന്തോന്ന് കിട്ടാനാ? പിന്നെ വല്ലൊരു അടിവാരത്ത് പോകുമ്പോ എന്തെങ്കിലും വാങ്ങിക്കാനാണെങ്കിൽ സാർ ഈ കാശ് ആ കൊച്ചിന്റെ കൈ കൊടുത്തേര്. അല്ലാതെ കാളിത്തല്ല കഴിയുകൊണ്ട് വാങ്ങിക്കാല. ശരി, നീ വാ. ദാ നീ ഇത് വെച്ചോ. സൗകര്യം പോലെ നീ ഇത് കൊടുത്താ അവർ വാങ്ങും. ദാ പിന്നെ സൂക്ഷിച്ചും കണ്ടുമൊക്കെ നിൽക്കണം. അറിയാലോ, ഇതിപ്പോൾ ഒരു ഞാണുമേ കളിയാ. നിനക്കെന്ത് സംഭവിച്ചാലും ഇനിയിപ്പോൾ ഞാനാ ഉത്തരവാദി. എനിക്കൊന്നും പറ്റില്ല മനുവേട്ടാ. എല്ലാം നല്ലതിനായിരിക്കുന്നുള്ള ഉറപ്പുണ്ട്. മനുവേട്ടൻ ധൈര്യമായിട്ട് പൊയ്ക്കോ. ശരി.
അതിനുശേഷം പിന്നെ താൻ എപ്പോഴാ പാറമടയിലേക്ക് പോയത്? ജയ ഉദ്ദേശിച്ചതുപോലെ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നില്ലെന്ന് തോന്നിയപ്പോൾ ആ കാര്യം അവളെ അറിയിച്ച് എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷം. ജയ, നീ എന്താ ഒന്നും മിണ്ടാത്തെ? ബാ, ഞാൻ നിന്റെ അമ്മയുടെ അടുക്ക കൊണ്ടാക്കാം. നിന്നെ ഓർത്ത് കരയുന്ന ഇപ്പോൾ അവര് മാത്രം. ഞാൻ എന്റെ അച്ഛനെ കാണാൻ തുടങ്ങിയത് മുതൽ അമ്മ കരയല്ലേ. ഇനി അച്ഛൻ എന്നെ തിരിച്ചറിയുന്നതുവരെ ആ കണ്ണീര് തോരാതെ തന്നെ നിന്നോട്ടെ. പക്ഷേ നീ മാറി നിൽക്കുന്ന ഓരോ നിമിഷവും JD സാറിന്റെ മനസ്സിൽ നിന്ന് നീ അകന്നോണ്ടിരിക്കുക. നാദറ ആ മനസ്സുമായിട്ട് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുക. നമുക്ക് തിരിച്ചുപോയി എല്ലാ സത്യവും എല്ലാവരെയും അറിയിക്കാം. എന്നിട്ട് JD സാർ നിന്നെ അംഗീകരിക്കുകയാണെങ്കിൽ അംഗീകരിക്കട്ടെ. വേണ്ട, നാദറ കൂടെ ഉള്ളിടത്തോളം കാലം എന്റെ അച്ഛൻ എന്നെ അംഗീകരിക്കാനാവില്ല. അവളെ എങ്ങനെങ്കിലും അകറ്റി നിർത്തിയ ശേഷം ഞാൻ സ്വന്തം മകളാണെന്ന കാര്യം മനുവേട്ടൻ അച്ഛനെ അറിയിക്കാൻ പറ്റുമോ? എന്നാ ഞാൻ തിരിച്ചു വരാം. അല്ലാതെ നീ വരില്ലെന്നാണോ? അതെ, ജയദേവൻ എന്ന അച്ഛന്റെ മകളായിട്ടല്ലാതെ ജയ ഇനി തിരിച്ചു വരില്ല. ഞാൻ കൊണ്ടുപോകും. ഇനി ഈ തീ മനസ്സിലിട്ടുകൊണ്ട് നടക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. പറ്റണം മനുവേട്ട, എന്തായാലും ഇറങ്ങിയില്ലേ. ഇനി ഇതിനൊരു അവസാനം കാണുന്നവരെ മനുവേട്ട എന്റെ കൂടെ നിൽക്കണം. അല്ലാതെ ബലമായി എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ ശ്രമിച്ച ജീവനോടെ എന്നെ അവിടെ എത്തിക്കാന്ന് കരുതണ്ട. ഓഹോ, അപ്പോ എന്നെ നീ ട്രാപ്പിൽ പെടുത്തുകയാണല്ലേ? എടി, അന്ന് നീ മരണത്തിലേക്ക് പോകരുതെന്ന് കരുതി മാത്രമാണ് ഞാൻ ഇതിനൊക്കെ കൂട്ടുന്നത്. എന്നിട്ടിപ്പോ അതേ മരണ ഭീഷണി കൊണ്ട് എന്നെയും കുരുക്കാൻ നോക്കാം. എനിക്ക് എന്റെ വിധിയോട് പൊരുതാൻ ഈ ജീവൻ മാത്രമേ ഉള്ളൂ എന്ന് വെച്ച് മനുവേട്ടന് ദോഷം വരുന്ന രീതിയിൽ ഒരിക്കലും ഞാനത് അവസാനിപ്പിക്കില്ല. അതോർത്ത് മനുവേട്ടൻ പേടിക്കണ്ട. അത് മാത്രമല്ല എന്റെ പേടി, നിന്റെ മിസ്സിംഗ് കേസ് പോലീസ് രഹസ്യമായി അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനാണ് ഇതിന്റെ പിന്നിലെന്ന് എന്തെങ്കിലും ഒരു തുമ്പ് അവർക്ക് കിട്ടിയ അതോടെ എന്റെ ജന്മം തൊലി. നിനക്കറിയാലോ, ദിയോട് പോലും പറയാതെ ഞാൻ ഈ കാര്യങ്ങൾക്കൊക്കെ കൂട്ടുന്നത്. എനിക്കറിയാം മനുവേട്ട, എത്രമാത്രം എനിക്ക് വേണ്ടി തീ തിന്നുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ പിന്തിരിയാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് മനുവേട്ടൻ തിരിച്ചുപോയി ഒന്നുകൂടി എനിക്ക് വേണ്ടി ഒന്ന് ശ്രമിക്കണം, പ്ലീസ്. ശരി, JD സാറിന്റെ മകളാണ് നീ എന്ന സത്യം എങ്ങനെയെങ്കിലും ഞാൻ അദ്ദേഹത്തെ അറിയിക്കും. പക്ഷേ എന്നിട്ടും അദ്ദേഹം നാദറെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ലെങ്കിൽ മനുവേട്ടൻ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എവിടെയാണെന്നും അറിയില്ല. നമ്മളിപ്പോ ഈ നിൽക്കുന്ന വരെയുള്ള കാര്യങ്ങൾ ഒരു സ്വപ്നം മാത്രമായിരുന്നു എന്ന് കരുതിയാൽ മതി. ഇതിനു മുകളിൽ നിന്ന് താഴേക്ക് ചാടിയ ജയ എവിടെയാണെന്ന് ഒരാൾക്കും കണ്ടുപിടിക്കാനും ആവില്ല. അതിനുശേഷം തികച്ചും നിസ്സഹനായിരുന്നു ഞാൻ. JD സാർ നാദരയുള്ള ബന്ധം ഉപേക്ഷിച്ചാൽ മാത്രമേ ജയ തിരിച്ചു വരാൻ സാധ്യതയുള്ളൂ എന്നുള്ള രീതിയിൽ ഞാൻ എല്ലാവരെയും സമീപിച്ചു നോക്കി. അതോടെ അവരിൽ പലരും എന്നെ സംശയദൃഷ്ടിയോടെ നോക്കിയതല്ലാതെ വേറെ ഗുണമൊന്നും ഉണ്ടായില്ല. മാത്രമല്ല, ജയയുടെ അമ്മ പോലും നാദരെ അംഗീകരിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് പിന്നീടുണ്ടായത്. അതും കൂടി അറിഞ്ഞാൽ ജയ തീർച്ചയായും ജീവനെടുക്കുമെന്നുള്ള പേടിയിൽ ഞാൻ പിന്നെ പാറമടയിലേക്ക് പോയില്ല. പിന്നെ ഇന്ന് താൻ പോകാൻ കാരണം? മെൻ്റൽ ഹോസ്പിറ്റലിൽ കഴിയുന്ന ഗീതാൻ്റെ ഇന്നലെ നേരിൽ കണ്ട ശേഷം ഞാനത് തീരുമാനിക്കുകയായിരുന്നു. മകൾ മരിച്ചെന്ന് കരുതി മനസ്സ് കൈവിട്ടിരിക്കുന്ന അമ്മയുടെ അവസ്ഥ പറഞ്ഞ് ജയ തിരിച്ചുകൊണ്ടുവരിക. അതറിഞ്ഞാൽ അവൾ തീർച്ചയായും തിരിച്ചു വരുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ എന്താ, അമ്മയുടെ അവസ്ഥ അറിഞ്ഞിട്ടും അവൾ വരാൻ കൂട്ടാക്കിയില്ലേ? ഇതുവരെ പറഞ്ഞതൊക്കെ ഞങ്ങൾ വിശ്വസിച്ചു എന്ന് തോന്നിയപ്പോ അവളെ വീണ്ടും ഒളിപ്പിക്കാൻ പുതിയ ബുദ്ധി ഉപയോഗിക്കണതാണ്. അല്ല സർ, സത്യമായിട്ടും അല്ല. കാളിത്തള്ളയുടെ കുടിലിൽ നിന്ന് ജയ എങ്ങോട്ടോ പോയി. അതല്ലെങ്കിൽ ആരോ അവളെ തട്ടിക്കൊണ്ടുപോയി. ഞാൻ പറയുന്നത് വിശ്വസിക്കണം സർ. കാളിത്തള്ളെ ഞാനും കൂടെ ആ കാട് മുഴുവൻ തരുന്നു. അവസാനം പാറമട പോലീസിൽ ജയ കാണാനില്ലെന്ന് പറഞ്ഞ് ഒരു പരാതി നൽകിയിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്.
ഹലോ, പാറമട പോലീസ് സ്റ്റേഷൻ. ആരാ സംസാരിക്കുന്നത്? ഞാൻ ആരെങ്കിലും ആകട്ടെ, ആദ്യം താൻ ആരാണെന്ന് പറ. കസബ സ്റ്റേഷനിൽ നിന്ന് CI ആണ്. അയ്യോ സോറി സാർ, ആളറിയാതെ പറ്റിപ്പോയതാ, ക്ഷമിക്കണം സാർ. ആ ആ ആ വിറച്ചത് മതി. പിന്നെ അവിടെ എസ്റ്റേറ്റ് ഏരിയ വെച്ച് ഒരു പെൺകുട്ടിയെ കാണാതായതായിട്ട് ആരെങ്കിലും പരാതി തന്നിട്ടുണ്ടോ? ഓ സാർ, ഒരു പെൺകുട്ടിയെ കാണാനില്ലെന്ന് പറഞ്ഞ് ഒരു ചെറുപ്പക്കാരൻ പരാതി തന്നിട്ടുണ്ട്. എന്നിട്ട് അന്വേഷിച്ചോ? ഇല്ല സാർ, ഇവിടെ സ്റ്റേഷൻ ഡ്യൂട്ടിക്ക് ഞാനും ഒരു PC മാത്രമേ ഉള്ളൂ. പിന്നെ വൈകുന്നേരം ആയാൽ മലയിൽ മഞ്ഞിറങ്ങും. നാളെ രാവിലെ അന്വേഷിക്കുക സാർ. വേണ്ട വേണ്ട, താൻ അങ്ങനെ അന്വേഷിച്ച് ബുദ്ധിമുട്ടൊന്നും വേണ്ട. കാലത്ത് ഇവിടുന്ന് കുറച്ചു പേരങ്ങ് എത്തും. ആ സമയത്ത് താൻ അവിടെ ഉണ്ടായാൽ മതി. ശരി സാർ. ആ ശരി. അവിടെ പരാതി കിട്ടിയിട്ടുണ്ട്, പക്ഷേ അന്വേഷണമൊന്നും നടന്നിട്ടില്ല. പേരിനൊരു സ്റ്റേഷനാണ്. കാലത്ത് ഇവിടുന്ന് ഒരു ടീം പോകേണ്ടി വരും. സർ, മനു പറഞ്ഞതൊക്കെ സത്യം തന്നെയാണോ എന്ന് ഒന്നുകൂടെ ഉറപ്പ് വരുത്തണോ? വേണ്ട ശരത്തെ, അവൻ ഇപ്പം തന്നെ ടയേർഡാ. കൈവച്ച് വെറുതെ അപകടമൊന്നും വരുത്തണ്ട, പത്രക്കാരനാ. എന്നുവെച്ച് അവൻ പറഞ്ഞൊന്നും പൂർണ്ണമായി വിശ്വസിക്കുകയും വേണ്ട. എന്തായാലും നാളെ അവനെയും കൊണ്ട് നേരിട്ട് പാറമടയിൽ ചെന്ന് കാര്യങ്ങൾ വിലയിരുത്തണം. സർ, നാളെ സാറിങ്ങനെ SP-യുടെ കോൺഫറൻസ് അല്ലേ? ഓ, ഞാനത് മറന്നു. കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാതിരിക്കാനാവില്ലല്ലോ. ഒരു കാര്യം ചെയ്യും, നാളെ അതിരാവിലെ മനുവിനെ കൊണ്ട് ശരത്ത് പുറപ്പെട്ടോളൂ. സർ. തൽക്കാലം ഇതൊരു ന്യൂസ് ആക്കണ്ട. അവിടെ ചെന്ന് സത്യാവസ്ഥ അറിഞ്ഞ ശേഷം മതി. ശരി സർ.